ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പെൺ വിദ്യാലയമായ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് SLC എക്സാം ആയിരുന്നു. എന്തായാലും കുട്ടികളോട് ചോദിക്കാം എത്രത്തോളം എളുപ്പമായിരുന്നു പരീക്ഷ എന്നുള്ളത്. അതെ, SLC എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, എളുപ്പമുണ്ടായിരുന്നു. എക്സാമിനെ അപേക്ഷിച്ച് ഫൈനൽ എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല, ഈസിയായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെയാണോ വന്നത്? സിലബസിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടായിരുന്നു? കുഴപ്പമില്ല, എളുപ്പമായിരുന്നു. ഓക്കെ, A+ കിട്ടുമോ? കിട്ടും. ഓക്കെ. ടൈം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മലയാളം എക്സാമിന്? ടൈം മാനേജ്മെന്റ് കുറച്ച് ഇതാണ്, കുഴപ്പമില്ല. ഓക്കെ. വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? ചാപ്റ്റർ കുറച്ചും കൂടി ഈസി ആക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മോഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഈസി ആയിരുന്നു. സിലബസ് മൊത്തം കവർ ചെയ്തായിരുന്നു? ചെറുതായിട്ട്. എന്തെങ്കിലും മിച്ചമുണ്ടോ അല്ലെങ്കിൽ 2-3 ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മോഡൽ എക്സാം? എളുപ്പമുണ്ടായിരുന്നു. ഫൈനൽ എക്സാമിൽ എല്ലാ സിലബസും കവർ ചെയ്യാൻ പറ്റിയായിരുന്നു? സിലബസിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? ചാപ്റ്റേഴ്സ് ഇനിയും എളുപ്പമാകണം. ചാപ്റ്റർ ചിലത് കട്ട് ചെയ്ത് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളത്? ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ചാപ്റ്റർ ആണ്? അതല്ല, അതൊക്കെ ഇവിടെ എളുപ്പമുണ്ട്. പിന്നെ ഇതിൽ സൈബർ സെല്ലിനെ കുറിച്ച് അങ്ങനെയൊക്കെ നെറ്റ്വർക്കിനെ കുറിച്ച് ചാപ്റ്ററൊക്കെ കുറച്ച് തന്നിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ഐ വിൽ ഫ്ലൈ അങ്ങനത്തെ ചാപ്റ്ററൊക്കെ കൂടുതൽ ചാപ്റ്റേഴ്സ് കിട്ടുന്നെങ്കിൽ കൊള്ളായിരുന്നു. സിലബസ് എല്ലാം കവർ ചെയ്തായിരുന്നു? വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? സിലബസ് തന്നെ കുറച്ച് പാടാണെന്ന് തോന്നി. കുറച്ചുകൂടെ സിമ്പിൾ ആക്കായിരുന്നു സിലബസ്. അത് പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ് അല്ലേ. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 വരുമ്പോൾ വീണ്ടും പബ്ലിക് എക്സാം, +2 പബ്ലിക് എക്സാം. അപ്പോൾ എല്ലാം കൂടെ അടുത്ത് വരുമ്പോൾ കുറച്ച് സ്ട്രെസ് ആവുന്നുണ്ട്. അപ്പം സിലബസ് കുറച്ച് കുറയ്ക്കണമെന്ന് തോന്നി. മോഡൽ എക്സാമിൽ അതേപോലത്തെ പാറ്റേൺ തന്നെയാണോ നിങ്ങളൊക്കെ ഫൈനൽ എക്സാമിന് യൂസ് ചെയ്യുന്നത്? എനിക്ക് ഏകദേശം അതുപോലെയൊക്കെ തന്നെ. വിദ്യാഭ്യാസ മേഖല എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? സിലബസിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടോ? എക്സാം സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? കുറച്ച് സ്ട്രെസ്സ് ഒഴിവാക്കാമായിരുന്നു. ഇത്രയും ഇതൊന്നും വേണ്ടായിരുന്നു. കാരണം പബ്ലിക് എക്സാംസ് കുറച്ചാകുമ്പോൾ പിന്നെ മോഡൽ ഭയങ്കര ഈസി ആക്കിയിട്ട് ഇത് പാടാക്കുന്നത്, അങ്ങനെ കുറച്ച് ഇതൊക്കെയുള്ളൂ. ഇംഗ്ലീഷ് എക്സാം ആണ്, എല്ലാ സിലബസും കവർ ആക്കാൻ പറ്റുമായിരുന്നു? കുഴപ്പമില്ല. കഴിഞ്ഞു അതോ എക്സാമിന് പോകാൻ പോവുകയാണോ? മലയാളം എക്സാം ആണോ? ഇംഗ്ലീഷ് ആണ്. +1 പോർഷനൊക്കെ പഠിച്ചായിരുന്നു? സിലബസ് ഫുൾ കവർ ചെയ്തു? കവർ ചെയ്തു. മോഡൽ എക്സാം ഈസി ആയിരുന്നോ? വിദ്യാഭ്യാസ മന്ത്രിയെ പറ്റി എന്താണ് അഭിപ്രായം? എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ വിദ്യാഭ്യാസ മേഖലയിൽ? എന്താണ്? കുറെ ഇത് ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒക്കെ പഴയതാണ്. ഇപ്പൊ കുറെ കേസൊക്കെ ഫയൽസ് ഒക്കെ വന്നതിന് ശേഷം അയാളെ നമുക്ക് ഒരു ഇതില്ലല്ലേ, നമ്മൾ എഴുതി എന്താണ് സിലബസിൽ അപ്പോൾ ഒരു ചേഞ്ച് വരുത്തേണ്ട ആവശ്യമുണ്ട്. +1 ഇംഗ്ലീഷിന്റെ. സീകളല്ലേ ഇപ്പോഴത്തെ ഫസ്റ്റ് ചാപ്റ്റർ? സീകളാണ്. ഓക്കെ, ശരി. സിലബസ് കവർ ചെയ്തായിരുന്നു? കവർ ചെയ്തു. ഓക്കെ. ഇവര് എക്സാം ഹോളൊക്കെ നോക്കുന്ന കേട്ടോ. ഇംഗ്ലീഷ് എക്സാം ആണോ? പഠിച്ചായിരുന്നോ? വിദ്യാഭ്യാസ മേഖല എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? വിദ്യാഭ്യാസ മേഖല തൽക്കാലത്തേക്ക് ഇതുപോലെ തന്നെ ഇത് മതി. പോർഷൻസ് ഒക്കെ കറക്റ്റ് ടൈമിൽ തീർക്കുന്നുണ്ട്, ബുക്കൊക്കെ കറക്റ്റ് ടൈമിൽ ഇരിക്കുന്നുണ്ട്, എല്ലാം ഓക്കെ അല്ലേ? പക്കയാണല്ലോ. എല്ലാം പക്കയാണെന്ന് പറയാൻ പറ്റൂല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെയും വെച്ച് നോക്കുമ്പോൾ കേരളം കുറച്ച് നന്നായിട്ട് പോകുന്നു. ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. അതായത് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ എളുപ്പമായാൽ കൊള്ളായിരുന്നു. ക്രിസ്മസ് എക്സാമിനൊക്കെ മാത്സൊക്കെ ഭയങ്കര ടഫായിട്ടൊക്കെയാണ് തോന്നിയത്. അപ്പോൾ അത് ഈ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഇതായിട്ടായിരിക്കും, കോൺഫിഡൻ്റ് ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഭയങ്കര പാടാകുമ്പോൾ അവിടുത്തെ കോൺഫിഡൻസ് മൊത്തം പോകും. അപ്പോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര പാട്. ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ എളുപ്പം. ഏതാ എക്സാം? ഇംഗ്ലീഷ്. പഠിച്ചായിരുന്നോ? സിലബസ് മൊത്തം കവർ ചെയ്തോ? വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ചാപ്റ്റർ ഒക്കെ എടുത്തുള്ള ടൈം കഴിഞ്ഞില്ലേ? മാറ്റണം. നമുക്ക് +1 എങ്ങനെ എഴുതണമെന്ന് അറിഞ്ഞൂടാ. ഡബിൾ പാസ് എന്നാണ് പറയണത്. അപ്പം അതിനനുസരിച്ച് പഠിക്കണം. മോഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മോഡൽ എക്സാം കുറച്ച് ടഫായിരുന്നു. സിലബസ് ഒക്കെ കവർ ചെയ്തായിരുന്നു? ഹായ്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കഴിഞ്ഞില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. +1 ആണ്. ഇന്ന് ഏത് സബ്ജക്റ്റാ? ഇംഗ്ലീഷ് ആണ്. എല്ലാം പഠിച്ചായിരുന്നു? മോഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മോഡൽ എക്സാം കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി ഫിസിക്സ് പാടായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. മലയാളമായിരുന്നോ സംസ്കൃതമായിരുന്നോ? മലയാളം. മോഡൽ എക്സാം ആയിരുന്നു, ഫൈനൽ എക്സാം ആയിരുന്നു, ഈസി ക്വസ്റ്റ്യൻ പേപ്പർ? മോഡൽ എക്സാം. വിചാരിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു വന്നത്? കുഴപ്പമില്ലാതെ എല്ലാം എഴുതാൻ പറ്റി? A+ കിട്ടും? A+ കുഴപ്പമില്ല, കിട്ടും. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നന്നായിരുന്നു. എല്ലാം എഴുതാൻ പറ്റിയായിരുന്നു? ടൈം എങ്ങനെയായിരുന്നു? മലയാളം എക്സാം ആയിരുന്നു, അപ്പോൾ ടൈം എങ്ങനെ ഉണ്ടായിരുന്നു? ടൈം മാനേജ്മെന്റ് ചെയ്ത് എഴുതാൻ പറ്റിയായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നു.
എക്സാം കഴിഞ്ഞായിരുന്നു? പ്ലസ് 1. +1 ആണ്. ഇന്ന് ഇംഗ്ലീഷ് എക്സാം ആണ്. പഠിച്ചോ അല്ല? പഠിച്ചില്ലേ? പഠിച്ചില്ല. പഠിച്ചില്ല അങ്ങനെ പഠിച്ചില്ല. ഓക്കെ. മോഡൽ എക്സാം എളുപ്പമുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾക്ക് പോർഷൻ കറക്റ്റ് ടൈമിൽ തീർത്തായിരുന്നോ? ഓ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. മലയാളം ആയിരുന്നില്ലേ? എല്ലാ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ? ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റം അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എഴുതാൻ പറ്റുന്നതായിരുന്നു എല്ലാവർക്കും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ? അതിന് ഇച്ചിരി എളുപ്പമുണ്ടായിരുന്നു. മോഡൽ എക്സാമിനെയും കാട്ടി ഫൈനൽ എക്സാം ഈസി ആയിരുന്നു. ഇന്ന് ഏത് എക്സാം ആയിരുന്നു? മലയാളമായിരുന്നു. എളുപ്പമായിരുന്നു. എല്ലാം സിലബസിലുള്ള ക്വസ്റ്റ്യൻസ്? അതെ അതെ. പക്ഷെ സമയം കുറച്ച് ലാഗായിരുന്നു. എഴുതാൻ പറ്റില്ല? എഴുതാൻ പറ്റി. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. എളുപ്പമായിരുന്നു? എളുപ്പമായിരുന്നു. പഠിച്ചതൊക്കെ തന്നെയാണോ വന്നത്? ഓ ഫൈനൽ എക്സാം ആയിരുന്നു മോഡൽ എക്സാം ആയിരുന്നു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് തോന്നിയത്? എളുപ്പമായിരുന്നു. ഫുൾ A+ കിട്ടോ? അല്ല മലയാളത്തിൽ A+ കിട്ടോ? ട്രാൻസ്ക്രിപ്റ്റ് ആണ്. A+ കിട്ടോ? ഉറപ്പല്ലേ? ഉറപ്പാണോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നു? ഈസി ആയിരുന്നു.